താമരശ്ശേരി ചുരമിറങ്ങി വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു ചായമൂടിലായിരിക്കും. ആ ചായമൂടിൽ ഏറ്റവും അനുയോജ്യമായി അടിവാരം കടന്ന ഉടനെ മെയിൻ റോഡിൽ ചായ ഹൗസ് നമുക്ക് കാണാവുന്നതാണ്. 20 മേൽ ചായക്കടികളുമായി അത്യാവശ്യം തിരക്കുള്ള ചായ ഹൗസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സാധാരണ നമ്മൾ കാണാറുള്ള മുട്ട, ചിക്കൻ, ബീഫ് കൊണ്ടുള്ള വിഭവങ്ങൾക്ക് പുറമെ കൂന്തളിന്റെയും ഞണ്ടിന്റെയും ചായക്കടികൾ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചായക്കടികൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ചായ കുടിക്കാൻ തോന്നും. ഈ ചായ ഹൗസിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ഇത് കാടമുട്ട, ഇത് ചിക്കൻ മോമോസ് ഫ്രൈഡ് ആണ് സ്പെഷ്യലി. ഇത് ഇലയട, ഇത് ചിക്കൻ ഫിലാഫിലാണ്, ചിക്കൻ മിക്സ് വരുന്ന ഫ്രൈഡ് ചിക്കൻ മിക്സ് വരുന്ന ചിക്കൻ ഫിലാഫില്. ഇത് ബ്രെഡ് പോക്കറ്റ്, ഷവർമ മസാല വരുന്ന ബ്രെഡ് പോക്കറ്റാണ് സ്പെഷ്യലി. പിന്നെ ഇത് നമ്മുടെ പാമ്പൊരി, ഉന്നക്കായ കൊയക്കട്ട, സമൂസ, ചിക്കൻ സമൂസ, ചിക്കൻ കട്ട്ലേറ്റ്, കിളിക്കൂട്, ബർഗർ, സിംഗർ ബർഗർ, നമ്മുടെ ചട്ടിപ്പത്തിരി, ഇത് സ്വീറ്റാണ്, ചട്ടിപ്പത്തിരി സ്വീറ്റ്. ഇത് ബീഫ് കപ്പ റോള്, ബീഫും കപ്പയും റോള്. ഇത് ബീഫ് സമൂസ, കൂന്തൽ സമൂസ, ഇത് വെജ് ഫിലാഫില്, ഇത് കായ്പോള, ചിക്കൻ പൊട്ടാറ്റോ റോള്, ഫിംഗർ, ചിക്കൻ ഫിംഗർ, ഇത് തേങ്ങാമുറി. ഇത് നമ്മുടെ പപ്സിൻ്റെ വേറെ മോഡലാണ്, ബോക്സ് എന്ന് പറയും. ചിക്കനും എഗ്ഗും വരുന്ന സ്പെഷ്യലാണ്. പിന്നെ വിങ്സ്, ബ്രോസ്റ്റ് പീസ് വിങ്സ്. പിന്നെ ഇത് ലോലിപോപ്പ്, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ്റെ മസാല വരുന്ന. ഞണ്ട്, ക്രാബ്, ഞണ്ടിൻ്റെ ഇറച്ചി അരിച്ച് വരുന്ന സ്പെഷ്യൽ മോഡലാണ്. ഇത് നമ്മുടെ പഴനിറവ്. ഇത് ചിക്കൻ പോപ്കോണ്, ചിക്കൻ സ്പെഷ്യലാണ്, ചിക്കൻ പോപ്കോണ്. ഇത് നമ്മുടെ റാപ്പ്, ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. സിംഗർ റാപ്പ് എന്ന് പറയും, തുർത്തിലെ റൊട്ടിയിൽ വരുന്ന സിംഗർ റാപ്പ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ മിക്കപ്പോഴും കയറുന്ന ഷോപ്പാണിത്. ഇവിടെയുള്ള എല്ലാ സ്നാക്സുകളും ഞങ്ങൾ ഒരുവിധമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റാണ്. ഇവിടെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കൂന്തലിൻ്റെ സമൂസ ഇല്ലേ, അത് നല്ല അടിപൊളി. കൂന്തൽ സമൂസ പറയുന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നത്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കഴിച്ചതിൽ ആ തേങ്ങാമുറിയാണ്. എല്ലാം നല്ല ടേസ്റ്റുള്ള സ്നാക്സുകളാണ്. ഐറ്റംസ് കാണാറില്ല. നിങ്ങൾ എവിടെ നിന്നാണ് ഇത്ര നല്ല വെറൈറ്റി കണ്ടെത്തിയത്? ഇത് ഞാൻ 5-8 കൊല്ലം ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിൽ നിന്ന് കുറേ മോഡലും പിന്നെ ഇവിടുത്തെ മോഡലും കൂടി ഒരു മിക്സിങ് നടത്തിയതാണത്. ഈ റാപ്പ്, ഈ തുർത്തിലെ റൊട്ടി കൂടുതലും ഷവർമ രീതിയിൽ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതും ഇവിടുത്തെ ഇപ്പോൾ കൂടി മിക്സിങ് ഉള്ള ഒരു സംഭവമാണിത്. പിന്നെ ഈ ബീഫും കപ്പയും നമ്മുടെ ബിരിയാണിയില്ലേ, ബീഫ് കപ്പ ബിരിയാണീൻ്റെ മോഡലിൽ നിന്ന് വന്ന ഒരു ഐറ്റമാണിത്. ബീഫ് കപ്പ റോള്. അങ്ങനെ ഗൾഫിലെ ഈ മോഡലും ഇവിടുത്തെ മോഡലും കൂടി ഒരു മിക്സ് ആയി വന്ന സംഭവമാണ്. ഫുള്ള് വെറൈറ്റി. എല്ലാ സാധാരണ കടകളിലെല്ലാവരും ഒരേ കടികളായിരിക്കും. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇത് ഞങ്ങൾ ചെയ്തതാണ്.